ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നാടൻ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. എല്ലാ ലോക രാജ്യങ്ങളിൽ പോലും ഫേമസ് ആയ ഒരു നാമം, ഈ പേര് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ പോലും തിരിച്ചറിയുന്ന നാമം, അർണോൾഡ് ഷ്വാർസ്നെഗർ. സ്വന്തം ശരീരത്താലും ആകാര ഭംഗിയാലും മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയായ ഒരു മനുഷ്യൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്വന്തം അർണോൾഡ് ഷ്വാർസ്നെഗറിനെ കുറിച്ചാണ്. 1947 ജൂലൈ 30 ഓസ്ട്രിയയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. പ്രധാനമായും 3 സ്വപ്നങ്ങളാണ് അദ്ദേഹം തൻ്റെ സഹപാഠികളോട് പങ്കുവച്ചിരുന്നത്. സ്വപ്നങ്ങളുടെ നാടായ അമേരിക്കയിലേക്ക് പോകണം, ഒരു വലിയ നടനാകണം, മാത്രവുമല്ല കെന്നഡി കുടുംബത്തിലെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം. ഇത് മൂന്നുമായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ പറഞ്ഞ തൻ്റെ ആഗ്രഹങ്ങൾ. ഈ 3 നേട്ടങ്ങളും പിന്നീട് സാക്ഷാത്കരിച്ച അർണോൾഡ് ഷ്വാർസ്നെഗർ തൻ്റെ നേട്ടങ്ങളെല്ലാം കൈവരിച്ച് പോരാട്ടങ്ങളിലൂടെയാണ് തെളിയിച്ചത്. സ്കൂൾ പഠന കാലത്ത് തന്നെ അർണോൾഡ് തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് തൻ്റെ സഹപാഠികളോട് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ അർണോൾഡ് നേടിയെടുത്ത വിജയങ്ങളെല്ലാം തന്നെ അദ്ദേഹം മുൻകൂട്ടി നേരത്തെ ഉറപ്പിച്ചു വെച്ചവ തന്നെയായിരുന്നു. അമേരിക്കയിലേക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക എന്നാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനായി എന്നാൽ അദ്ദേഹത്തിൻ്റെ രൂപപ്രകൃതിക്ക് ഇണങ്ങുന്ന വേഷങ്ങൾ തന്നെ പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തി. എല്ലാവരും ചെയ്യുന്നത് അതേപടി ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത വേണം, ഷ്വാർസ്നെഗർ പറയുന്നു. ഇത്തരം വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം വിജയക്കൊടി പാറിച്ചത്. പിന്നീട് അദ്ദേഹം ഏകദേശം 55ഓളം സിനിമകളിലാണ് അഭിനയിച്ചത്. ഒരു താരം എന്നതിലുപരി പൊതുപ്രവർത്തനങ്ങളിലും ഗ്രന്ഥരചനയിലും ശ്രദ്ധയൂന്നിയ ഷ്വാർസ്നെഗർ ജീവിത വിജയം സ്വപ്നം കാണുന്നവരെ പ്രചോദിപ്പിക്കുന്ന നിരവധി ടെലിവിഷൻ പരിപാടികളും നടത്തിവരുന്നു. അതുപോലെ തന്നെ കാലിഫോർണിയയുടെ ഗവർണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു ബോഡി ബിൽഡറും സിനിമാ താരവുമായ അദ്ദേഹം ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന കാലിഫോർണിയയുടെ ഗവർണർ എന്ന പദവിയിലേക്ക് യഥേഷ്ടം എത്തിച്ചേർന്നു. നാം തരണം ചെയ്യുന്ന പ്രതിബന്ധങ്ങളാണ് നമ്മളെ കരുത്തനാക്കുന്നത് എന്ന ജീവിതത്വം പ്രായോഗികമാക്കിക്കൊണ്ടാണ് ഷ്വാർസ്നെഗർ ജ്വലിച്ചുയർന്നത്. മനസ്സിന് പരിധി നിശ്ചയിക്കാതിരിക്കുക. തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിൽ കാണാൻ കഴിയുന്നവർക്ക് അത് നേടിയെടുക്കാനും സാധിക്കും. എല്ലാവരുടെയും മനസ്സിൽ പുതിയ ആശയങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ചെറിയ ആശയങ്ങളും ചെറിയ ആഗ്രഹങ്ങളും നമുക്ക് ഒരിക്കലും വെല്ലുവിളികൾ നൽകുന്നില്ല. പഠനത്തിൽ മികവ് പുലർത്തായിരുന്ന ഷ്വാർസ്നെഗർ തൻ്റെ വ്യക്തിത്വത്തിനും ആശയങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് രൂപീകരിച്ചത്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെന്ന ചിന്തയുള്ളവർക്കാണ് ജീവിത സാഹചര്യം പരിമിതമാകുന്നത്. മുന്നോട്ട് കുതിക്കണമെന്നും ഉയരങ്ങൾ താണ്ടണമെന്നും നേട്ടങ്ങൾക്കായി പ്രതിബന്ധങ്ങളെ കീഴ്പ്പെടുത്തണം എന്ന ചിന്തയുള്ളവർക്കാണ് ജീവിത സാഹചര്യം ജീവിതം ആസ്വാദ്യമായി തോന്നുന്നത്. എന്തും നേടാനുള്ള ഊർജ്ജം നമ്മളിലുണ്ട്. അത് നേടണമെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉണർന്ന് എണീറ്റ് ലക്ഷ്യം വരെ പോരാടുക, പ്രയത്നിക്കുക. പ്രയത്നമില്ലാത്ത സ്വപ്നം അർദ്ധശൂന്യമാണ്. അതിനാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ മുന്നോട്ട് കുതിക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ദിസ് ഈസ് ജിഷ്ണു മറ്റക്കര.